ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ലിഖിത ഭരണഘടന ഏകാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്ന ഫെഡറൽ ഘടന അനുശാസിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ. സ്വതന്ത്ര ഭാരതത്തിന് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കുക എന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൗത്യം. ക്യാബിനറ്റ് മിഷൻ നടത്തിയ ചർച്ചകളുടെ ഫലമായാണ് ഇത് നിലവിൽ വന്നത്. ആകെ 389 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 292 അംഗങ്ങളെ തിരഞ്ഞെടുത്തത് വിവിധ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നാണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകളിൽ നിന്ന് 4 അംഗങ്ങളാണ് സഭയിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആകെ 292 അംഗങ്ങളിൽ 208 സീറ്റുകൾ കോൺഗ്രസും 73 സീറ്റുകൾ ലീഗും 15 സീറ്റുകൾ മറ്റുള്ളവരും നേടി. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് 1946-ലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ നിന്നാണ് 1946 സെപ്റ്റംബർ 2-ന് ഇടക്കാല മന്ത്രിസഭ രൂപവൽക്കരിച്ചത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷൻ. വേവൽ പ്രഭു ആയിരുന്നു വൈസ്രോയി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് 1946 ഡിസംബർ 6-നാണ്. ആദ്യ യോഗം 1946 ഡിസംബർ 9-ന് രാവിലെ 11 മണിക്ക് നടന്നു. ഈ യോഗത്തിൽ 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ പങ്കെടുത്തു. സരോജിനി നായിഡു, ദുർഗാഭായ് ദേശ്മുഖ്, രാജകുമാരി അമൃത് കൗർ, വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവരായിരുന്നു വനിതകളിൽ പ്രമുഖർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം സംസാരിച്ചത് ആചാര്യ കൃപലാനിയാണ്. താൽക്കാലിക അധ്യക്ഷനെ സഭയ്ക്ക് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് സമ്മേളനം നടന്നത്. ഈ ഹാൾ നിലവിൽ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളാണ്. 1946 ഡിസംബർ 23 വരെയായിരുന്നു ആദ്യ സമ്മേളനം. മുതിർന്ന അംഗമായ സച്ചിദാനന്ദ സിൻഹയെ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. 1946 ഡിസംബർ 9-ന്. 2 ദിവസമേ അദ്ദേഹം ആ പദവി വഹിച്ചുള്ളൂ. 1946 ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായും എച്ച്.സി. മുഖർജിയെ ഉപാധ്യക്ഷനായും തിരഞ്ഞെടുത്തു. കൽക്കത്ത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു മുഖർജി. ഭരണഘടനാ ഉപദേഷ്ടാവായി തെരഞ്ഞെടുത്തത് സാർ ബി.എൻ. റാവുവിനെയാണ്. അദ്ദേഹമാണ് ഭരണഘടനയുടെ പ്രാരംഭ കരട് തയ്യാറാക്കിയത്. 1947 ജൂലൈ 22-ന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനമായ ജനഗണമനയെയും ദേശീയ ഗീതമായ വന്ദേ മാതരത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഭരണഘടനയ്ക്ക് രൂപം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭ പൂർത്തിയാക്കിയത് 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ടാണ്. ആകെ 11 സെഷനുകളിലായി 166 ദിവസങ്ങൾ സഭ സമ്മേളിച്ചു. ഇതിൽ 114 ദിവസത്തെ ചർച്ചകൾ ഭരണഘടനയുടെ കരട് രൂപവുമായി ബന്ധപ്പെട്ടാണ് നടന്നത്. 1946 ഡിസംബർ 13-ന് സഭയിൽ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. 1947 ജനുവരി 22-ന് ലക്ഷ്യപ്രമേയം സഭ ഐക്യകണ്ഠമായി അംഗീകരിച്ചു. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലെ അധികാര കൈമാറ്റ വേളയിൽ ദേശസ്നേഹ ഗീതാലാപനത്തിനും പതാക സമർപ്പണത്തിനും ഇടയ്ക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് 3 പേർക്കാണ്. ചൗധരി ഖാലി ഹുസ്മൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് ചൗധരി ഖാലി ഹുസ്മനെ ഉൾപ്പെടുത്തിയത്. ഇന്ത്യ വിഭജിക്കപ്പെട്ടതോടെ പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ പ്രതിനിധികൾ ഒഴിവായതോടെ അവസാന അംഗസംഖ്യ 299 മാറി. മുസ്ലിം ലീഗിൻ്റെ 28 അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവശേഷിച്ചത്. അങ്ങനെ സഭയുടെ 82 കോൺഗ്രസ് ഭൂരിപക്ഷമായി. പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 ആഗസ്റ്റ് 11-നാണ്. മുഹമ്മദ് അലി ജിന്നയായിരുന്നു അധ്യക്ഷൻ. 1948 സെപ്റ്റംബർ 11-ന് അന്തരിക്കും വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. പിന്നീട് 3 വർഷം ലിയാഖത്ത് അലി ഖാൻ ആ പദവിയിൽ നിയമിതനായി. 1954 ഒക്ടോബർ 24-ന് അത് പിരിച്ചുവിട്ടു. പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത് കറാച്ചിയിലാണ്. പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സിന്ധ്, കിഴക്കൻ ബംഗാൾ, ബലൂചിസ്ഥാൻ, പടിഞ്ഞാറെ പഞ്ചാബ്, വടക്കുകിഴക്കൻ അതിർത്തി പ്രവിശ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. 1956 മാർച്ച് 23-ന് പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നായിരുന്നു, 55 പേർ. തിരുവിതാംകൂറിൽ നിന്ന് 6 അംഗങ്ങളും
കൊച്ചിയിൽ നിന്ന് ഒരംഗവും ഉണ്ടായിരുന്നു. മലബാറിൽ നിന്നുള്ളവർ മദ്രാസ് പ്രവിശ്യയെയാണ് പ്രതിനിധാനം ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെ ഫ്രാങ്ക് ആന്റണിയും പാഴ്സി സമുദായത്തെ HP മോഡിയും പ്രതിനിധാനം ചെയ്തു. 1947 ആഗസ്റ്റ് 29 ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായി ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതി നിലവിൽ വന്നു. 1947 നവംബർ 4 ഭരണഘടനയുടെ കരട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് സമർപ്പിച്ചു. അത് വാദഗതികൾക്ക് വിധേയമാക്കുകയും 2 വർഷ കാലയളവിൽ 2000ഓളം ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. 1947 നവംബർ 17 GV മൗലങ്കർ പ്രഥമ സ്പീക്കറായി. സഭ ഭരണഘടന നിർമ്മിക്കുന്നതിന് സമ്മേളിക്കുമ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും നിയമനിർമ്മാണത്തിനായി സമ്മേളിക്കുമ്പോൾ GV മൗലങ്കറും അധ്യക്ഷത വഹിച്ചു. 1949 നവംബർ 26 ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ അവസാനമായി സമ്മേളിച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 24 ഭരണഘടനയിൽ സഭാംഗങ്ങൾ ഒപ്പുവെച്ചു. 284 പേരാണ് ഒപ്പിട്ടത്. BR സിൻഹ, നന്ദലാൽ ബോസ് എന്നിവരുൾപ്പെടുന്ന ശാന്തിനികേതനിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളാണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി മനോഹരമായ അക്ഷരങ്ങളിൽ തയ്യാറാക്കിയത്. നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ പുറംചട്ട രൂപകൽപ്പന ചെയ്തത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇന്ത്യ റിപ്പബ്ലിക്കായി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റായി. ഈ ദിവസം മുതൽ ഭരണഘടനാ നിർമ്മാണ സഭയും ഇല്ലാതായി. 6.4 മില്യൺ രൂപയാണ് ഭരണഘടന തയ്യാറാക്കുന്നതിന് ചെലവായത്. 1952 പൊതു തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ പാർലമെന്റ് നിലവിൽ വരുന്നതുവരെ ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക പാർലമെന്റായി നിലകൊണ്ടു.